മിസ്സ് ഞങ്ങൾക്ക് 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 5 മണി വരെ ഞങ്ങളവിടെ എത്തിയിട്ട് റിവൈസ് ചെയ്യാൻ പറയും. ആദ്യം എടുത്ത യൂണിറ്റ്സൊക്കെ ഞങ്ങളവിടെ ഇരുന്നിട്ട് റിവൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടാണ്ട് പോയ പോർഷൻസൊക്കെ ബാക്കി പിള്ളേർ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ നമ്മുടെ ആപ്പിലും കുറേ റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ടീച്ചേഴ്സ് എപ്പോഴും പറയും, നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, ആ 3 മണിക്കൂറിൽ നിങ്ങൾ എന്താണോ ചെയ്യണേ അതാണ് നിങ്ങൾക്ക് റിസൾട്ടായിട്ട് വരണേ. അപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ നമ്മുടെ മാക്സിമം കൊടുക്കണം. അപ്പോൾ ഇരുന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ച് വേഗം ചെയ്ത് എക്സാം ടഫാണ് എന്ന് ഓർത്ത് നിങ്ങൾ ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. നമ്മൾ നമ്മുടെ എഫേർട്ട് ഇട്ടാൽ കിട്ടാവുന്നതേ ഉള്ളൂ. വെൽക്കം ഷിബ്ന. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നെറ്റ് ക്വാളിഫൈ ചെയ്ത 2025 ഡിസംബർ എക്സാമിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നെറ്റ് ക്വാളിഫൈ ചെയ്ത ഷിബ്നയാണ്. പരീക്ഷയിലെ വിശേഷങ്ങളും പ്രിപ്പറേഷൻ ജേണിയും നമുക്ക് ചോദിച്ചറിയാം. തുടക്കത്തിൽ തന്നെ ഇവിടം വരെ എങ്ങനെ എത്തി? ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് നെറ്റ് ക്വാളിഫൈ ചെയ്തതെന്ന് പറഞ്ഞു. പഠന ജേണി എങ്ങനെയായിരുന്നു? എവിടെയാണ് പഠിച്ചതൊക്കെ? ഞാൻ PG ചെയ്തത് തൃപ്പൂണിത്തറ ഗവൺമെൻറ് കോളേജിലായിരുന്നു. അപ്പം PG ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും നെറ്റ് എഴുതി നോക്കിയായിരുന്നു. അപ്പോൾ അവർ ഇത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടഫാണ്, കിട്ടാൻ പാടാണ്, ആ ഒരു മൈൻഡായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് നെറ്റൊന്നും നോക്കണ്ട, B.Ed എടുത്തിട്ട് അങ്ങ് പോകാമെന്ന് ഓർത്തേ ഇരുന്നേ. പിന്നെ PG കഴിഞ്ഞ് 2 മാസം വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ ഓർത്ത് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്നോർത്ത് ഞാൻ അപ്പോഴേ ഇരുന്ന് നോക്കുമ്പം സാറെ വീഡിയോസൊക്കെ കണ്ട് അപ്പോഴേ കോൺടാക്ട് ചെയ്ത IPLSനെ. അങ്ങനെ വന്ന് ജോയിൻ ചെയ്ത് സെപ്റ്റംബറിലായിരുന്നു ജോയിൻ ചെയ്തത്. അപ്പം ഞാൻ ഓർത്ത് ഇനി 4 മാസമേ ഉള്ളൂ, 4 മാസം ഉണ്ടല്ലോ, ആ ഒരു മൈൻഡായിരുന്നു. ഇംഗ്ലീഷിൻ്റെതും നമ്മുടെ സ്വാതി ടീച്ചറിനോടൊപ്പം പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ? 2 പേപ്പറിനും ട്രെയിനിങ് കിട്ടിയ ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ? ഇംഗ്ലീഷിന്റെ ക്ലാസ് പറയാണ്ടിരിക്കാൻ വയ്യ. നമുക്ക് ഇംഗ്ലീഷ് പേപ്പർ എടുത്തവർക്ക് അറിയാം, തിയറി ക്രിറ്റിസിസം ഒക്കെ നമുക്ക് ഭയങ്കര ടഫാണെന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് നമ്മളെ ഒരു ഇത് തരണേ. പക്ഷേ ഈ സ്വാതി മിസ് എടുക്കുമ്പോൾ നമുക്ക് തിയറീൻ്റെ അടുത്തും ക്രിറ്റിസിസത്തിൻ്റെ അടുത്തൊക്കെ ഒരു ഇഷ്ടം തോന്നും. അങ്ങനെയാണ് മിസ് ക്ലാസ് എടുത്തോണ്ടായിരുന്നത്. അപ്പം ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഓൾറെഡി 2 യൂണിറ്റ് കഴിഞ്ഞായിരുന്നു, ലിംഗ്വിസ്റ്റിക്സും പിന്നെ ഇംഗ്ലീഷിൻ്റെയൊക്കെ എടുത്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ മിസ്സ് ഞങ്ങൾക്ക് 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 5 മണി വരെ ഞങ്ങളവിടെ എത്തിയിട്ട് റിവൈസ് ചെയ്യാൻ പറയും. ആദ്യം എടുത്ത യൂണിറ്റ്സൊക്കെ ഞങ്ങളവിടെ ഇരുന്നിട്ട് റിവൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടാണ്ട് പോയ പോർഷൻസൊക്കെ ബാക്കി പിള്ളേർ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ നമ്മുടെ ആപ്പിലും കുറേ റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഇംഗ്ലീഷ് കിട്ടാണ്ട് പോയ ക്ലാസ്സൊക്കെ ഞാൻ അതിൽ കയറിയിരുന്ന് കാണുമായിരുന്നു. സന്തോഷം. ആദ്യ അറ്റംപ്റ്റ് തന്നെ കിട്ടിയപ്പം എക്സൈറ്റഡ് ആണോ? ഇനി JRFലേക്കുള്ള പ്ലാൻ എന്താ? എക്സൈറ്റഡ് ആണ്. എൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടായിരുന്നു, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, അതിൽ തന്നെ മേടിക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ട്രൈ ചെയ്ത് നമുക്ക് പിന്നെ ഡെയിലി നമ്മളടുത്ത് ടെസ്റ്റ് തരും ടീച്ചേഴ്സ്. ഡെയിലി ടെസ്റ്റ് എടുത്തിട്ട് വന്ന് അനലൈസ് ചെയ്യാം. ചുമ്മാ ടെസ്റ്റ് എടുത്തിട്ട് കാര്യമില്ല, അത് അനലൈസ് ചെയ്യുമ്പോഴേ നമ്മൾ ആ എടുത്ത ടെസ്റ്റിനൊരു ഇതുണ്ടാവുള്ളൂ എന്നാണ് സാറും എപ്പോഴും പറയണേ. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കിട്ടും. ഇപ്പോൾ ആ ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ ഏതാണോ ബാക്കി 3 ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എങ്ങനെ വേറെ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ഇതെങ്ങനെ പഠിക്കാം, അങ്ങനെ ഇരുന്നിരുന്ന് ഞങ്ങൾ പഠിക്കുമായിരുന്നു. പിന്നെ ഇതൊക്കെ ഒരുപാട് റിസൾട്ടിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്തു അല്ലേ? അതോടൊപ്പം തന്നെ നമ്മുടെ ഇനീഷ്യൽ ഡിസ്കഷനിൽ ഇവിടെ നിങ്ങൾ എല്ലാവരും വന്ന് ഇന്ററാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു പരീക്ഷാ ഹാളിൽ ഉണ്ടായ ഒരു പ്രശ്നം. എന്തായിരുന്നു അത്? ഞാൻ ചെന്നപ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ, അപ്പോൾ അവിടെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ പിന്നെ സ്വാതി മിസ്സിനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ തലേ ദിവസം മിസ് പറഞ്ഞായിരുന്നു 180 മിനിറ്റാണ് നമുക്ക് കിട്ടണേ, 3 ദിവസം നമുക്ക് അറിയാം. അപ്പം നിങ്ങൾ അത് വെച്ച് നോക്ക്, പേപ്പർ 1 കഴിയുമ്പം ഇത്ര മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ പേപ്പർ 1 എന്തായാലും കഴിയണം, അത് കഴിഞ്ഞ് പേപ്പർ 2 ചെയ്യണം എന്നൊക്കെ നമ്മളടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് കയറാൻ പറ്റണില്ലായിരുന്നു, നമ്മുടെ എക്സാമിലേക്ക് കയറാൻ പറ്റണില്ലായിരുന്നു. 150 മിനിറ്റിൽ നിന്നാണ് എക്സാം തുടങ്ങിയത് തന്നെ. അപ്പോൾ പേപ്പർ 1 കഴിഞ്ഞപ്പോഴേ ഓൾമോസ്റ്റ് 96 മിനിറ്റ് ഇനി ബാക്കിയുള്ളായിരുന്നു ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് പിന്നെ 40 ക്വസ്റ്റ്യനോളം ഉള്ളപ്പം വെറും 22 മിനിറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ സ്വാതി മിസ്സും എല്ലാ ടീച്ചേഴ്സും എപ്പോഴും പറയും, നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, ആ 3 മണിക്കൂറിൽ നിങ്ങൾ എന്താണോ ചെയ്യണേ അതാണ് നിങ്ങൾക്ക് റിസൾട്ടായിട്ട് വരണേ. അപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ നമ്മുടെ മാക്സിമം കൊടുക്കണം. അപ്പോൾ ഇരുന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ച് വേഗം ചെയ്ത് നമ്മുടെ ഒരു കാരണവുമില്ലാതെ 30 മിനിറ്റ് പരീക്ഷയെന്ന് നഷ്ടമായി പോയി അല്ലേ? പക്ഷെ ആ മൈൻഡ് സെറ്റ് നന്നായി കീപ്പ് ചെയ്തത് കൊണ്ട് ടീച്ചേഴ്സിന്റെ ആ ഒരു ഗൈഡൻസ് ഒക്കെ ആ സമയത്ത് ഓർത്തിട്ടുണ്ടാവും അല്ലേ? എന്നാലും ഒത്തിരി സന്തോഷം. ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പലരും ഇങ്ങനത്തെ ചെറിയൊരു ഇൻകൺവീനിയൻസിന് പോലും 5-6 മാസം അല്ലെ സെപ്റ്റംബറിൽ തുടങ്ങി 3-4 മാസത്തെ പ്രിപ്പറേഷൻ മൈൻഡ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ പരീക്ഷ മുഴുവനായിട്ട് നഷ്ടമായി പോകും.
എന്തായാലും അതിനെയൊക്കെ അതിജീവിച്ചതിൽ സന്തോഷം. നമ്മുടെ ഇനി ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഫസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ കൊടുക്കാൻ പോകുന്ന ഇംഗ്ലീഷിനൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ടാവും. അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത്, നെറ്റ് എക്സാം ടഫാണ് എന്ന് ഓർത്ത് നിങ്ങൾ ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. നമ്മൾ നമ്മുടെ എഫേർട്ട് ഇട്ടാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഞാനാണെങ്കിൽ കൂടെ 4 മാസം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനോർത്ത് ഇനി ജൂണിലേക്ക് ആണോ ട്രൈ ചെയ്യേണ്ടത്, എനിക്ക് കിട്ടൂലേ, ആ ഒരു സാധനമായിരുന്നു. പക്ഷേ അപ്പോഴും സോദി മിസ് എപ്പോഴും പറയായിരുന്നു, കിട്ടും, നിങ്ങൾക്ക് കിട്ടും, ട്രൈ ചെയ്യ്, പഠിക്കുക എന്ന് പറഞ്ഞിട്ട് മിസ് എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാമായിരുന്നു. ഞാൻ പഠിച്ച് കിട്ടി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ മെൻ്റലി ഡൗൺ ആക്കണ കുറേ കാര്യങ്ങൾ നടന്നെന്നൊക്കെ വരാം. ചിലപ്പോൾ നമുക്ക് കുറേ പുച്ഛങ്ങളും കുറേ കളിയാക്കലുകളൊക്കെ കിട്ടാം. പക്ഷേ നമുക്ക് അറിയാം നമ്മുടെ വെറുതെ എത്രയാണെന്ന് അറിയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പഠിക്കുക, പിന്നെയും പഠിക്കുക, വീണ്ടും പഠിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഇച്ചിരിയായാലും എഫേർട്ട് ഇട്ടാൽ അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് കിട്ടും. അതിനുള്ളൊരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. ഒരുപാട് സന്തോഷം. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ. JRF കൂടി തീർച്ചയായിട്ടും എത്താൻ സാധിക്കട്ടെ. നമ്മളോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് സ്പെഷ്യലായിട്ട് ടീം IPSന്റെ വക പ്രത്യേകം നന്ദി. താങ്ക് യു.